നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. കുട്ടികളിലെ അഡിനോയിഡുകളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സാധാരണയായി കേൾക്കുന്നതാണ്. അഡിനോയിഡ് എന്നത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലിംഫ് ഗ്രന്ഥിയാണ്. ഇത് ജന്മനാ തന്നെ കാണപ്പെടുന്നതാണ്. ഒരു 4 മുതൽ 10 വയസ്സ് വരെ ഇത് വളരെ സജീവമായിരിക്കും. അത് കഴിഞ്ഞ് ഇത് ചുരുങ്ങാൻ തുടങ്ങും. മൂക്കിലൂടെ ശരീരത്തിൽ ഉള്ളിൽ പ്രവേശിക്കുന്ന അണുക്കളെ തടയുക എന്നുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ ലിംഫോയിഡ് ഗ്ലാൻഡുകൾ. വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ലിംഫോയിഡ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന വീക്കത്തിനെയാണ് അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങളിൽ സാധാരണ പനി, മൂക്കൊലിപ്പ്, മൂക്കിലെ തടസ്സം, വായിൽ കൂടെയുള്ള ശ്വസനം, കൂർക്കം വലി എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. ആവർത്തിച്ചുള്ള അണുബാധകളും അല്ലെങ്കിൽ അലർജി മൂലമോ അഡിനോയിഡുകൾക്കുണ്ടാകുന്ന അസാധാരണമായ വലിപ്പ വ്യത്യാസത്തിനാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങളിൽ സ്ഥിരമായ വിട്ടുമാറാത്ത മൂക്കടപ്പ്, വായിൽ കൂടെ സദാസമയവും വായിൽ കൂടെയുള്ള ശ്വസനം, കൂർക്കം വലി, ചെവിക്ക് വേദന എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കും. മൂക്കിലൂടെയുള്ള സംസാരം എന്നിവ ഉണ്ടാക്കും. അഡിനോയിഡുകളുടെ വലിപ്പം അധികമാകുമ്പോൾ ഉറക്കത്തെയും ശ്വാസത്തെയും തടസ്സപ്പെടുത്തുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നുള്ള ഒരു ഗുരുതരമായ അവസ്ഥയുണ്ടാകാം. ഉറക്കം നഷ്ടപ്പെടുന്നത് മൂലം കുഞ്ഞുങ്ങൾക്ക് പകൽ സമയത്ത് ക്ഷീണവും അവരുടെ ജീവിത നിലവാരം കുറയാനും ഇത് കാരണമാകും. അതുകൂടാതെ വിട്ടുമാറാതെ ചെവിയിൽ പഴുപ്പുണ്ടാകുക, കർണപുടങ്ങൾക്ക് പിന്നിൽ ദ്രാവകം കെട്ടിക്കിടക്കുക, കേൾവിക്കുറവ് എന്നീ രോഗാവസ്ഥകളും ഈ അസുഖം മൂലം കുഞ്ഞുങ്ങൾക്കുണ്ടാകാം. ദീർഘകാലമായുള്ള അഡിനോയിഡ് ഹൈപ്പർട്രോഫി മുഖത്തിൻ്റെ വികാസത്തെയും അതിൻ്റെ ഘടനയെയും ബാധിക്കാം. കാലക്രമേണ ഈ മാറ്റങ്ങൾ അഡിനോയിഡ് ഫേഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മുഖമാറ്റത്തിലേക്ക് നയിക്കാം. രോഗനിർണയം ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ സാധ്യമാണ്. എന്നാലും എക്സ്റേ, നെയ്സൽ എൻഡോസ്കോപ്പി, സ്ലീപ്പ് സ്റ്റഡീസ് എന്നിവ സാധാരണയായി ചെയ്യുന്നുണ്ട്. ബാക്ടീരിയൽ അണുബാധകൾക്ക് ആൻറ്റിബയോട്ടിക്സും അലർജിക്ക് ആൻറ്റിഹിസ്റ്റമിനും നൽകുകയെന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ചികിത്സ. അഡിനോയിഡിൻ്റെ വലിപ്പം അധികരിക്കാതിരിക്കാൻ വേണ്ടി മൂക്കിൽ അടിക്കാവുന്ന കോർട്ടിക്കോസ്റ്റീറോയിഡ് നേസൽ സ്പ്രേകൾ വളരെയധികം ഫലപ്രദമാണ്. വിട്ടുമാറാതെ അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന അഡിനോയിഡൈറ്റിസ്, ചെവിയിലെ വിട്ടുമാറാതെയുള്ള അണുബാധ, കൂർക്കം വലി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നീ രോഗലക്ഷണങ്ങൾ അധികരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ലഘു ശസ്ത്രക്രിയയിലൂടെ അഡിനോയിഡുകൾ നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. എൻഡോസ്കോപ്പിക് അഡിനോയിഡക്ടമി ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാണ്. അതുകൂടാതെ റേഡിയോ ഫ്രീക്വൻസി ഊർജ്ജം ഉപയോഗിച്ചുള്ളതും ലേസർ ഉപയോഗിച്ചുള്ളതുമായ വേദനയില്ലാത്ത അഡിനോയിഡക്ടമി ഇപ്പോൾ സാധാരണയാണ്. ദീർഘകാല സങ്കീർണതകൾ ഒഴിവാക്കാനും അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങളുടെ ജീവിത നിലവാരം കുറയാതിരിക്കാനും അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.